ഇന്നത്തെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഇഞ്ചി കറിയുടേതാണ്. ഇതിനൊക്കെ തേങ്ങ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടി ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ ഒരു ക്വാണ്ടിറ്റിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതൊന്ന് തയ്യാറാക്കുന്നതിനായി ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ആദ്യം തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഇഞ്ചി എല്ലാം ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരേ കനത്തിൽ തന്നെയാണ് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ആദ്യം തന്നെ വറുത്തെടുക്കണം. ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. ഒരുപാട് അങ്ങ് മൂത്ത് പോവുകയും ചെയ്യരുത്, അതുപോലെ തന്നെ മൂപ്പ് കുറഞ്ഞു പോകാനും പാടില്ല. ഇത് കൈകൊണ്ട് ഒടിച്ച് നോക്കുമ്പോൾ നന്നായി ഒടിഞ്ഞു വരുന്ന ആ ഒരു പാകത്തിന് വേണം വറുത്തെടുക്കാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞ ഇഞ്ചി തന്നെ തിരഞ്ഞെടുക്കാനും നോക്കണം. അപ്പോൾ ഈ ഒരു ഇഞ്ചി നന്നായിട്ട് വിളഞ്ഞിട്ടുള്ളതാണ്, അത്യാവശ്യം നല്ല എരിവും ഉള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചി എടുക്കാവുന്നതാണ്. ഈ ഒരു ഇഞ്ചി കറി നമുക്ക് 1 മാസം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടുമില്ല, വളരെ ടേസ്റ്റിയായി തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി എല്ലാം ഒന്ന് നന്നായിട്ട് വറുത്ത് കോരുന്നുണ്ട്. ഈ ഇഞ്ചി വറുത്ത് കോരുന്ന സമയത്ത് മൂപ്പ് ഒട്ടും തന്നെ കുറഞ്ഞു പോകാൻ പാടില്ല. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ആ ഒരു കറക്റ്റ് കളർ കിട്ടുകയുമില്ല, ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുമില്ല. പിന്നെ ഇത് നന്നായി മൂത്ത് കിട്ടുമ്പോഴേക്കും ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ഇഞ്ചി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉള്ളതും വിളഞ്ഞതുമായതുകൊണ്ട് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. നല്ല ഇഞ്ചി എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒന്ന് മൂപ്പായി വരുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ ഇതെല്ലാം ഒന്ന് വറുത്ത് ഇതൊന്ന് തണുക്കാനായി മാറ്റി വെച്ച ശേഷം ഇതേ ഓയിലിൽ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഇഞ്ചിയും ഉള്ളിയും ഒന്ന് വറുത്തെടുക്കുന്നതിനുള്ള താമസം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഈ ഉള്ളിയും ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇത് രണ്ടും ഒന്ന് വറുത്ത് ചൂടാറിയ ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും ലോ സ്പീഡിലിട്ട് മാത്രം ചെയ്താൽ മതി. ഈ ഒരു ഉള്ളിയും ഇഞ്ചിയും ഒക്കെ വറുത്ത് കോരുമ്പോൾ ഈ ഒരു കളറിലാവണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ആ ഒരു കറക്റ്റ് കളർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കുറച്ച് പുളി കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ, ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയ്ക്കരുത്. ഈ ഒരു രീതിയിൽ മാത്രം മതിയാകും. ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ച് മാറ്റി വെച്ച ശേഷം ഇനി തയ്യാറാക്കുന്നതെല്ലാം മൺചട്ടിയിലാണ്. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ വറുത്ത് കോരി ആ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. എനിക്ക് ആ ഒരു ഓയിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂട് ഇതിലുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഉലുവാപ്പൊടിയൊക്കെ നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതായതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചൂട് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആ പുളി വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിള വന്ന ശേഷം നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും കൂട്ട് അത് ഇത്രയും കൂടെ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് നമ്മൾ ഈ ഒരു സമയത്ത് വെക്കുന്നത്. എങ്കിൽ മാത്രമേ തയ്യാറായി കഴിയുമ്പോൾ ആ ഇഞ്ചിക്കറിയുടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്കൊരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റെപ്പ് ഇന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഈ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ വറുത്ത് കോരുന്നത് മൺചട്ടിയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കുറച്ച് ഈസി ആകുന്നതിന് വേണ്ടിയിട്ടാണ് നോൺ സ്റ്റിക്കിൽ ചെയ്തത്. അപ്പോൾ എല്ലാം തന്നെ മൺചട്ടിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ രുചികരമായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി മാറ്റി വയ്ക്കുകയാണ്. നന്നായിട്ടൊന്ന് തണുത്ത ശേഷം പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഈ ഒരു കൺസിസ്റ്റൻസിയിലും കളറിലും ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്